ഹായ്, എല്ലാവർക്കും ലാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മൂന്നാറാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചാവക്കാട് ഒരു കോളേജിൽ നിന്നാണ് കുട്ടികൾ വന്നിട്ടുണ്ട്. മൊത്തം 32 ആൾക്കാരുണ്ട്. ടീച്ചർമാരും മാഷന്മാരും കുട്ടികളടക്കട്ടാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും 34, പിന്നെ അത് കൂടാണ്ട് ചട്ടൻ്റെ അങ്ങനെയാണ് 34 പേരാണ് മൊത്തം ഉള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മളിവിടെ ഫ്രഷപ്പ് ചെയ്യാനായിട്ട് അവർ നമുക്ക് തന്നെയായിട്ട് വേറെ റൂം തന്നു. അപ്പോൾ നല്ല അടിപൊളി റൂമാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നത് കുളിച്ച് ഫ്രഷായി ഇനി ഭക്ഷണം കഴിക്കാനായിരിക്കും. അപ്പോൾ മാഷന്മാരും ടീച്ചർമാരും കുട്ടികൾക്ക് വേറെ റൂമിലാണ് അവർ. ഇതിപ്പോൾ ഞങ്ങൾക്ക് തന്നെ സ്പെഷ്യലായിട്ട് തന്നതാണ്. ബാക്കി വിശേഷങ്ങൾക്ക് ഇതാണ്. ഇപ്പോൾ അതേ നമുക്ക് ഫ്രഷപ്പിന് വേണ്ടി തന്ന റൂമാണ് കേട്ടോ. അപ്പോൾ അതവിടെ മുണ്ട് വെച്ചേക്കണത് എന്താണെങ്കിൽ നമ്മൾ പഴയ ഡ്രസ്സ് നമ്മളൊരു കവർ കൈ പിടിച്ചില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ അതിൽ ആക്കി വെച്ചേക്കാണ്. അത് പെട്ടെന്ന് മറന്നുപോയി, എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി അതുണ്ടായത്. അപ്പോൾ ഇതാണ് നമുക്കൊരു ഉടുമേശ കസാര അതൊക്കെ അടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് റൂമിന് ഒരു 1000. അപ്പോൾ നമുക്കിത് ഇവർ വന്നിട്ട് പറഞ്ഞു നമ്മളോട് ഇവിടെ വന്നിട്ട് കുളിക്കാനും ഇതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം. പിന്നെ നമുക്ക് ഇതിൽ താമസിക്കാനും പറ്റും കേട്ടോ മറ്റുള്ള ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനത്തെ റൂമാണ് നമുക്ക് തന്നത്. ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ സൈഡ് സീൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അതിന് ഇരുന്ന് ഇപ്പോൾ സൈഡ് സീൻ കാണാനായിട്ട് 2 ചെയറൊക്കെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വന്നവരാണ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാനുള്ള പരിപാടി പ്ലേറ്റൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു മാഷാണ് കേട്ടോ. അത് ഞങ്ങളുടെ കൂടെയുള്ള ചേട്ടനാണ്. നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് സദേൺ സ്കിൽസ് എയറോഡൈനാമിക്സാ അങ്ങനെ സംഭവത്തിലാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാ. അപ്പോൾ ഞങ്ങൾ കയറുന്നില്ല, കുട്ടികൾ പോയിട്ടുണ്ട്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് യൂട്യൂബിലായിരുന്നത്. ഇത് നമുക്ക് ചുറ്റും ഒരു കസാര ചെയറുണ്ട്. ഭക്ഷണം കഴിക്കാം, നമ്മൾ ആകാശത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതാവണം ഇതുണ്ട്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യണത് എങ്ങനെയാണ് കേട്ടോ. നമ്മളതൊരു ക്രെയിൻ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ ക്രെയിൻ സ്റ്റാർട്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവർ ഫീസ് അടയ്ക്കാനോ എന്തിനാണെന്ന് അറിയില്ല, നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ വണ്ടി ഇന്ന് മൂന്നാറ് കറങ്ങും. ഇപ്പോൾ ഇതാണ് നമ്മളിവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് സ്കൈ ഡൈനിങ്. അതായത് ആകാശത്തിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതാണ് ഇതിൻ്റെ ആ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാനിത് കണ്ടിട്ടുണ്ട്. എയറോ ഡൈനിങ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതെ ആൾക്കിത് മനസ്സിലായില്ലേ. അപ്പോൾ ആളോട് ഡ്രൈവറോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് എയറോ ഡൈനാമിക്സ് ആണ്. ഈ സംഭവം നമുക്ക് ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കണ രീതിയിലാണ് ഇത് എടുത്തേക്കുന്നത്. പേര് കണ്ട സ്കൈ ഡൈനിങ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ പേര്. എനിക്ക് നേരത്തെ വായിക്കാൻ പെട്ടെന്ന് ക്ലിക്കായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സദേൺ സ്കിൽസ് എയറോ ഡൈനാമിക്സ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ളതാണ് അത്. ഞാനിത് വീഡിയോയിലൊക്കെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളത് ഗാർഡൻ വിസിറ്റ് ചെയ്യുമ്പോൾ നിൽക്കാതെ നമ്മുടെ കൂടെ വന്ന പിള്ളേരാണ് കേട്ടോ അവർ. അപ്പോൾ അവർക്ക് അടിപൊളിയെന്ന് പറഞ്ഞാണ് ബസ് അല്ലേ. ബസ്സിന് സൂപ്പറല്ലേ. ഇത് സ്പൈസ് പാലസ് ആണ് കേട്ടോ. ഇത് രേഖയ്ക്ക് പകരമാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം പറഞ്ഞാൽ മോഹനൻ രേഖയുടെ ഹസ്ബൻഡ്. അപ്പോൾ ആൾക്ക് ആളിനോട് കുറച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ആൾ സ്പൈസസ് വാങ്ങിക്കാൻ പോയി കാണും. അപ്പോൾ ഇതാണ് സ്പൈസസ് പാലസ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക ആയുർവേദിക്കായിട്ടുള്ള ഒരുപാട് ഔഷധ ചെടികളും ഒക്കെ ഉണ്ട്. ഒന്നിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഓരോന്നിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട്. कंपेयर करेगा, स्लो प्रोसेस है, धीरे धीरे काम करेगा. तो हम लोग को लाल मिर्ची खाता है. നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് മാഷന്മാരും ടീച്ചർമാരും കുട്ടികളും. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഡ്രൈവർ എങ്ങനെയാ?
അപ്പൊ ഞാൻ എന്താ ചോദിക്കാട്ടാ ക്ലീനറോ? അപ്പൊ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഇവരാണ് നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ യാത്രക്കാർ. നമ്മുടെ മൂന്നാറ് ഇവിടെ എന്താ പറയാ ആനച്ചാല് ഗാർഡന്റെ മുന്നിൽ നിന്നിട്ടാണ് എടുത്തത്. ഞങ്ങളുടെ കൂടെ വന്ന മക്കള് ഇതേ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കട്ടാ. ഫാത്തിമേനെ കാണാനില്ല, അച്ഛൻ അന്വേഷിക്കും. അതെ നമ്മൾ തേയിലത്തോട്ടം കാണാനായിട്ട് വന്നേക്കാം. ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ആളുടെ അച്ഛനാണിത്, ഷാനവാസിക്ക. നമ്മുടെ കൂടെ വന്ന ആളാണ്, കോളേജിൽ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ശിശു. കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. അത് ഏത് പരസ്യം നിങ്ങൾക്ക് അറിയാലോ, കണ്ണൻദേവൻ്റെ. അപ്പോൾ അതാ കാണുന്നതാണ് കണ്ണൻദേവൻ ചായൻ്റെ തേയിലത്തോട്ടം. അപ്പോൾ നമ്മളൊരു വ്യൂ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മുടെ തൊട്ട് ബാക്കിൽ കണ്ണൻദേവൻ ഫാക്ടറിയാണ് കേട്ടോ. ഈ കാണുന്ന കേട്ടോ മാട്ടുപ്പെട്ടി ഡാമാണ്. എന്താ രസം നോക്കിയേ. ഇതെൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. തണുപ്പുകാരൻ ആൾ ഇറങ്ങണില്ലേ പറഞ്ഞു, നല്ല തണുപ്പുണ്ട്, ആൾ ഇറങ്ങണില്ലേ പറഞ്ഞു. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കണേ ഞാൻ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഡാമിൽ എൻട്രാവണ ഓരോന്നിൻ്റെ പ്രൈസ് കറക്റ്റ് വ്യക്തമായിട്ട് എത്തിച്ചിട്ട് പാർക്കിംഗ് ഫീസ്, പെട്രോൾ ബോട്ട്, ഹെവി വെഹിക്കിൾ പ്രൈസ്, മിനി ബസ്സിൻ്റെ എല്ലാം കറക്റ്റ്. കാണുന്ന ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ. അതന്നെ മാട്ടുപ്പെട്ടി ഡാം. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ കൂടെ വന്ന ഷാനവാസ് ഭായി കേട്ടോ. ആളുടെ വീട് കൊടുങ്ങല്ലൂരാണ്. ഷാനവാസ് ഭായി ഹായ് പറഞ്ഞ ആൾക്ക്, ആളും ഡ്രൈവറല്ലാട്ടാ മുതലാളി കേട്ടാ. 3-4 വണ്ടിയൊക്കെ ഉണ്ട്. ആ കറൻസിൽ നമ്മളെ ഹോട്ടലിൽ വിളിച്ചപ്പോൾ ആളുടെ മകള് ട്രിപ്പിൽ കൂടെ ഉണ്ടപ്പോൾ ആ കൂട്ടത്തിൽ ആളും പോകുന്നതാണ് കേട്ടോ. എനിക്കും ഒരു ഹെൽപ്പായി, ആൾ ഡ്രൈവറായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ വണ്ടി വേറെ സ്ഥലത്തേക്ക് ഇടാൻ പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അന്ന് ശനിയാഴ്ച ആണല്ലോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്താ സീനായിരുന്നു നോക്കിയാൽ, അടിപൊളിയല്ലേ, എന്താ ഭംഗി നോക്കിയാ. നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് കരുതാണ് കേട്ടോ. ഗ്രാൻഡ് താജ് അവിടെയാണ് കയറിയത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളതാണ്. പിന്നെ ചിപ്സോളും കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഇതാണ് ഹോട്ടൽ, ആളാണ് അതിൻ്റെ മുഖ്യ ആൾ. അപ്പോൾ ചിപ്സൊക്കെ ഇവിടെ വറുത്തതുണ്ട്, നല്ല ടേസ്റ്റുണ്ട് ചിപ്സൊക്കെ. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴിക്ക് വരാണെങ്കിൽ മറക്കരുത്, ഗ്രാൻഡ് താജ് ഫുഡ് കോർട്ടാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഫുഡൊന്നുമില്ല എനിക്ക് പറയാന്, പനി ആൻഡ് തൊണ്ടവേദന. നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് വയ്യായുള്ള ട്രിപ്പായിരുന്നു തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഛർദി ഒക്കെ ആയിരുന്നു. ഫുഡ് പറയുകയാണെങ്കിൽ ഉച്ചക്കത്തെ മാത്രമായിരുന്നു. എനിക്ക് രാവിലത്തെ ഫുഡ് നല്ല ഇഷ്ടമായി, രാത്രിക്കത്തെ ഫുഡും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ട്രിപ്പ് ഓൾ അറൗണ്ട് നല്ല രസമായിരുന്നു. അത്ര പറയാൻ. താങ്ക് യു. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കപ്പിൾസ് ബസ് കൺട്രോൾ ചെയ്യണ കാണുന്നത്. പക്ഷെ ദാറ്റ് വാസ് സോ ഗുഡ്. നല്ല അടിപൊളിയായിട്ട്. എനിക്കറിയില്ലായിരുന്നു ഇവര് കപ്പിൾസ് ആണെന്നുള്ളത്. സാറ് പറഞ്ഞപ്പോഴായിരുന്നു അറിയണ്ടായിരുന്നത്. അതിന് നല്ല രീതിക്ക് നിങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്തു. പിന്നെ ഫാത്തിമയുടെ ഉപ്പ ഷാനവാസ്ക നല്ല എന്റർടൈനിങ് ആയിരുന്നു. താങ്ക് യു. ബലമിസിനും കളിമിസിനും വയ്യണ്ടായിരുന്നു, കുറച്ച് ആയി. പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് ഉപ്പ് കുറച്ച് കുറവായിരുന്നു. സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. വിശപ്പ് നല്ലോണം ഉണ്ടായിരുന്നു.
പിന്നെ ചേച്ചി ഏട്ടൻ പൊള്ളിയായിരുന്നു. ഷാനവാസ്ക പറയല്ല രക്ഷല്ല പൊള്ളിയായിരുന്നു. പിന്നെ അപ്പൊ ആളവിടെ എത്ര നേരക്ക് വണ്ടി ഓടിച്ചോളും. പ്രത്യേകിച്ചൊന്നുമില്ല, ഒക്കെ ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണ്, ഇതുപോലെ വരാൻ പറ്റുമെന്ന് അറിയില്ല. കുഴപ്പമില്ല, പൊള്ളിയായിരുന്നു. നമ്മള് രാത്രിയത്തെ ഭക്ഷണം കഴിച്ചത് വണ്ടിയിലൊക്കെ കയറി. അതിന്റെ ഇടയില് ടീച്ചർമാർക്ക് കുറച്ച് വയ്യാണ്ടായി, കുട്ടികൾക്ക് വയ്യാണ്ടായി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽബട്ടൺ ഉണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.